അനുഗ്രഹീതമായിരിക്കുന്ന ഈ സന്ധ്യയിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒരുമിച്ച് കൂടി പ്രാർത്ഥിപ്പാനും തിരുവചനം ചിന്തിപ്പാനും ഇങ്ങനൊരു അവസരം സ്വർഗത്തിലെ ദൈവം സംജാതമാക്കി തന്നതോർത്ത് കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്കും ദൈവസഭയുടെ കെട്ടുമണിക്കുമായി ധാരാളം ആളുകളെ വലിയവനായ ദൈവം വാർത്തെടുത്ത് ഉന്നതമായ നിലയിൽ ആ ശുശ്രൂഷ നിർവഹിച്ച ചരിത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വളരെ മാതൃകയുള്ള ജീവിതം നയിച്ച, നമുക്ക് ഇന്നും അനുകരണീയമായിരിക്കുന്ന പല വ്യക്തി ജീവിതങ്ങൾ അതിലുണ്ട്. കർത്താവ് തൻ്റെ ശുശ്രൂഷ ഇന്നും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അത് സുവിശേഷത്തോടുള്ള ബന്ധത്തിലാണെങ്കിലും ദൈവസഭയുടെ കെട്ടുപണിയോടുള്ള ബന്ധത്തിലാണെങ്കിലും അതിനെ നിഷ്കർഷിച്ചിരിക്കുന്ന മാനദണ്ഡപ്രകാരം ഉള്ള വ്യക്തി ജീവിതങ്ങളെ കർത്താവിന് ഏത് കാലത്തും ആവശ്യമുണ്ട് ആ നിലയിൽ പ്രയോജനപ്പെടുത്തുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. അതിൽ തന്നെ ദൈവസഭയുടെ കെട്ടുപണി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. തിമോഥെയോസിൻ്റെ ലേഖനത്തിനും തീത്തോസിൻ്റെ ലേഖനമൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ സഭാപരിപാലകന്മാരോടുള്ള ബന്ധത്തിലും ശുശ്രൂഷകന്മാരോടുള്ള ബന്ധത്തിലും കുടുംബം എന്നുള്ള വ്യവസ്ഥിതിക്ക് വളരെയധികം പ്രാധാന്യം നൽകിയിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. സൽസ്വഭാവികളായി മാതൃകയുള്ളവരായി ജീവിക്കുന്നവരെ ആ ശുശ്രൂഷ ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന വസ്തുതയാണ്. അതോടൊപ്പം തന്നെ സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്കായിട്ടും ധാരാളം കുടുംബങ്ങളെ കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട്. അന്നും ഇന്നും എക്കാലത്തും കർത്താവ് അതാനയിൽ തന്നെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമുക്കറിയാം, യൂറോപ്പിൽ ആദ്യമായിട്ട് സുവിശേഷം കേട്ടത് ഒരു സഹോദരിയുടെ ഹൃദയത്തിലാണ്. ദുലിയ എന്ന് പറയുന്ന ഒരു സഹോദരി. ആ സഹോദരി കർത്താവിൽ വിശ്വസിക്കുകയും തൻ്റെ കുടുംബത്തിലേക്ക് ദൈവദാസന്മാരെ സ്വീകരിക്കുകയും ആ കുടുംബം കർത്താവിന് വേണ്ടി തുറക്കപ്പെടുകയും ചെയ്ത് നമ്മൾ കാണുന്നുണ്ട്. കൊർന്നല്യോസ് അതുപോലെ തന്നെ തൻ്റെയും ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിതമായപ്പോൾ തൻ്റെ കുടുംബത്തെയും കൂടെ കർത്താവ് വാർത്തെടുക്കുന്ന ചരിത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എക്കാലത്തും സുവിശേഷ ഘോഷണത്തിൽ, സുവിശേഷ രണാങ്കണത്തിൽ മാതൃകയായി ജീവിച്ച രണ്ട് ദമ്പതികളായിരുന്നു അക്കില്ലാവും പ്രിസ്കയും എന്നുള്ളവർ. റോമാലേഖനത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ 16-ാം അധ്യായത്തിൽ ചില കുടുംബങ്ങളെ പരാമർശിച്ചിരിക്കുന്നത് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിൻ്റെ മിഷണറി യാത്രയിലൊക്കെയും തനിക്ക് കൈത്താങ്ങലുകൾ നൽകിയ, തന്നെ ശുശ്രൂഷിച്ച, തന്നെ ആദരിച്ച അനവധി കുടുംബങ്ങളെ വേദപുസ്തകത്തിൽ നമുക്ക് പരിചയപ്പെടുത്തുവാനും പഠിക്കുവാനും സാധിക്കുന്നുണ്ട്. ആ നിലയിലുള്ളതായിരിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ, പ്രത്യേകിച്ച് ആ കുടുംബനാഥൻ്റെ സവിശേഷത ഇന്ന് രാത്രിയിൽ ചിന്തിച്ച് ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ തക്കവണ്ണം കർത്താവിൽ ശരണപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തിമോഥെയോസിൻ്റെ 2-ാം ലേഖനം വായിച്ചപ്പോൾ ഒരു വ്യക്തിയെ എൻ്റെ മനസ്സിലേക്ക് സ്പർശിക്കത്തക്ക നിലയിൽ കടന്നു വരുവാൻ ഇടയായി. ഞാൻ ചിന്തിച്ചപ്പോൾ ഈ വ്യക്തിയെക്കുറിച്ച് അധികം ആളുകൾ ആരും തന്നെ പ്രഭാഷണം നടത്തിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഒരുപക്ഷെ നിങ്ങളാരെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ കേട്ടിട്ടുണ്ടാകാം. ആ വ്യക്തിയിൽ ഒരുപാട് കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് ഒരു പരാമർശമുണ്ട്. പക്ഷേ തൻ്റെ ഭാര്യയെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ ബാക്കി തൻ്റെ കുടുംബ സാഹചര്യങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ അവിടെ എഴുതിയിട്ടില്ല. എന്നാൽ കർത്താവിന് വേണ്ടി, സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പൗലോസിന് ഉപയുക്തനായി തീർന്ന ഒരു വ്യക്തിയായിട്ട് അദ്ദേഹത്തെ തിമോഥെയോസിൻ്റെ മുൻപാകെ പൗലോസ് അവതരിപ്പിക്കുന്നുണ്ട്. 2 തിമോഥെയോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വേദവാക്യങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. 2 തിമോഥെയോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 18 വരെയുള്ള വേദവാക്യങ്ങൾ. ആ വാക്യങ്ങൾ ഇപ്രകാരമാണ് നാം വായിക്കുന്നത്. ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ടുപോയി കളഞ്ഞു എന്ന് നീ അറിയുന്നുവല്ലോ. ഫുഗലോസും ഹെർമഗലോസും ആ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു.
പലപ്പോഴും എന്നെ തണിപ്പിച്ചവരായ ഒനേസിഫോറസിൻ്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ. അവൻ എൻ്റെ സംഗതിയെക്കുറിച്ച് ലജ്ജിക്കാതെ ഞാൻ റോമയിൽ എത്തിയ ഉടനെ താല്പര്യത്തോടെ എന്നെ തിരഞ്ഞു കണ്ടെത്തുകയും ചെയ്തു. ആ ദിവസത്തിൽ കർത്താവിൻ്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവ് അവന് സംഗതി വരുത്തട്ടെ. എഫെസോസിൽ വെച്ച് അവൻ എനിക്ക് എന്തെല്ലാം ശുശ്രൂഷ ചെയ്തു എന്ന് നീ നല്ലവണ്ണം അറിയുന്നുവല്ലോ. ഒരു വശത്ത് പൗലോസിൻ്റെ ശുശ്രൂഷയ്ക്ക് പിൻബലമായി നിന്ന പല വ്യക്തിവിധങ്ങളെയും പല കുടുംബങ്ങളെയും നമുക്ക് കാണുവാൻ കഴിയുമ്പോൾ തന്നെ പൗലോസിൻ്റെ ശുശ്രൂഷയിൽ തന്നോടൊപ്പം നിന്ന പലരും ഇടയ്ക്കിട്ട് പോയതായിരിക്കുന്ന ചരിത്രവും വേദപുസ്തകം നമ്മെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പൗലോസ് തൻ്റെ ശുശ്രൂഷ കാലയളവിൽ തനിക്കും സഹായികളായിട്ട് നിന്ന രണ്ടുപേരുടെ പേരിവിടെ എടുത്തു പറയുന്നുണ്ട്. ഫുഗലോസും ഹെർമഗനേസും. ഈ രണ്ട് വ്യക്തികളും ശുശ്രൂഷ കാലയളവിൽ ഇടയ്ക്കിട്ടിട്ട് പോയ വ്യക്തികളാണ്. തന്നെ വിട്ടുപോയി കളഞ്ഞവരാണ്. അതുപോലെ തന്നെ നമുക്ക് 1 തിമോഥെയോസിൻ്റെ ലേഖനത്തിലും രണ്ട് വ്യക്തികളെ കാണുവാനായിട്ട് സാധിക്കും. അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വിശ്വാസ കപ്പൽ തകർന്നു പോയ ഹുമനയോസും അലക്സണ്ടറും. ഈ 2 തിമോഥെയോസിൻ്റെ ലേഖനത്തിൻ്റെ മറ്റൊരു വ്യക്തിയും കൂടെ നമ്മൾ കാണുന്നുണ്ട്. ഈ ലോകത്തെ സ്നേഹിച്ചു പോയതായിരിക്കുന്ന ദേമാസിനെയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാം തന്നെ പോകുവാൻ പല കാരണങ്ങളുണ്ട്. ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളിൽ ആകർഷനായി തീർന്നിട്ടാണ് ലോകത്തെ സ്നേഹിച്ച ദേമാസ് പോകുവാനിടയായി തീർന്നത്. മറ്റുള്ളവരൊക്കെയും ഒരുപക്ഷെങ്കിൽ പൗലോസ് അനുഭവിക്കുന്ന കഷ്ടതകളുടെ മധ്യത്തിൽ തൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന തിക്താനുഭവങ്ങൾ കണ്ടിട്ടായിരിക്കാം പൗലോസിനെ ഇട്ടിട്ട് പോയിട്ടുണ്ടാകുക. എന്താണെന്ന് വ്യക്തമല്ല എങ്കിലും അവസാന നിമിഷം വരെയും തന്നോടുകൂടെ നിൽക്കുവാൻ അവരാരും തന്നെ സന്നദ്ധരായിരുന്നില്ല എന്നുള്ളത് കാണുവാൻ സാധിക്കും. ഇവിടെ പ്രത്യേക സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ രണ്ടുപേരും ഇട്ടിട്ട് പോയ രണ്ടുപേരും ആസ്യക്കാരാണ്. ആസിയും ആസിയയിലെ പ്രാന്തപ്രദേശങ്ങളും പൗലൂസിൻ്റെ സുവിശേഷ ഘോഷണത്തിൽ വളരെയധികം കർത്താവ് എടുത്ത് ഉപയോഗിച്ചതായിരിക്കുന്ന ഒരു മേഖലയാണ് എന്നുള്ളത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലും കൊരിന്ത്യ ലേഖനത്തിലും ഈ തിമോഥെയോസിൻ്റെ ലേഖനത്തിലുമൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആസിയയിൽ തൻ്റെ പ്രവർത്തന ഫലമായിട്ട് ആ ചുറ്റുപാടുകളിൽ ധാരാളം സഭകൾ ഉണ്ടായി. അതിൽ വളരെ പ്രമുഖമായിരിക്കുന്ന ഒരു സഭയാണ് എഫെസോസ് സഭ എന്നുള്ളത്. മന്ത്രവാദത്തിൻ്റെ ഈറ്റിൻ്റെ കേന്ദ്രമായിരുന്നു അവിടെ. തൻ്റെ പ്രവർത്തനത്താൽ നല്ല ഒരു സ്ഥലം സഭ ഉണ്ടായി. ഈ പേര് പറയപ്പെട്ട വ്യക്തികളും എഫെസോസ് എന്ന് പറയുന്നതായിരിക്കുന്ന സ്ഥലവാസികളായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. പക്ഷേ അവരെല്ലാം വിട്ടിട്ട് പോയപ്പോഴും ഒരു വ്യക്തി തനിക്ക് വളരെ പിൻബലമായി നിന്ന് തൻ്റെ ശുശ്രൂഷയിൽ, തൻ്റെ കഷ്ടതയിൽ, തൻ്റെ വേദനയിൽ തനിക്ക് ആശ്വാസമായി തീർന്ന ഒരു വ്യക്തിയാണ് നമ്മളവിടെ വായിച്ചത് 15-ാമത്തെ വാക്യത്തിൽ. 16-ാമത്തെ വാക്യത്തിൽ അദ്ദേഹത്തിൻ്റെ പേരാണ് ഒനേസിഫോറസ് എന്ന് പറയുന്ന വ്യക്തി. ഞാൻ പറഞ്ഞല്ലോ, ഈ ആസിയ എന്ന് പറയുന്ന സ്ഥലത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട്. അതിലെ പ്രത്യേകതകൾ ഒന്ന് എടുത്തു കാണിക്കേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് ഞാൻ ഈ ആസിയയെക്കുറിച്ച് ഒരു അല്പ വിവരണം ഒന്ന് നൽകുവാൻ താല്പര്യപ്പെടുകയാണ്. പെന്തക്കോസ്ത് നാളിൽ ദൈവസഭ രൂപം കൊള്ളുകയും ആത്മപകർച്ച നടക്കുകയും ചെയ്യുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ ഈ ആസിയ എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള പരാമർശം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സമയ പരിമിതി കൊണ്ടാണ് ആ ഭാഗങ്ങളൊന്നും എടുത്ത് വായിക്കാത്തത്. ആർക്കെങ്കിലും പഠനത്തിന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ആ റെഫറൻസ് ഒന്ന് പറയാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഈ ആസിയയെക്കുറിച്ചുള്ള പരാമർശം ഉണ്ട്. അപ്പോൾ ദൈവസഭ രൂപം കൊള്ളുന്ന സന്ദർഭത്തിൽ തന്നെ ആസ്യക്കാരായിരിക്കുന്ന ചില വ്യക്തികൾ അവിടെയുണ്ട്. അവിടെ നടന്നതായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച കാണുകയും കർത്താവിൽ വിശ്വസിക്കുകയും ചെയ്ത ചില ആളുകളുണ്ട്. അപ്പോൾ സുവിശേഷമാകുന്ന വിത്ത് പ്രാരംഭത്തിൽ തന്നെ ആസിയയിൽ വിതറപ്പെട്ടു എന്നുള്ളത് ചരിത്രപരമായിരിക്കുന്ന വസ്തുതയാണ്. പിന്നീട് നമ്മൾ 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൻ്റെ പ്രാരംഭ ഭാഗത്ത് ആമുഖമായിട്ട് 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ സുവിശേഷ നിമിത്തം ചിതറിപ്പാർക്കുന്ന വിശ്വാസികൾക്ക് പത്രോസ് ലേഖനം എഴുതുമ്പോൾ ഈ പറഞ്ഞതായിരിക്കുന്ന ആസിയ എന്ന് പറയുന്നതായിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള പരാമർശം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിലും ഈ ആസിയയെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. സുവിശേഷ ഘോഷണത്തിൽ കത്തി ജ്വലിച്ചു നിന്നിരുന്ന
സ്തേഫാനോസ് എന്ന് പറയുന്ന മഹത് വ്യക്തിയെ എതിർക്കുകയും തർക്കിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ ആസിയയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായം 9-ാം വാക്യം. പിന്നീട് ഈ സ്ഥലം തന്നെ ഒരിക്കൽ പൗലോസിന് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു നിർദ്ദേശം നൽകി. അവിടെ വരുവാനിരിക്കുന്ന എതിർപ്പുകളെ മുന്നിൽ കണ്ടുകൊണ്ട് കർത്താവിൻ്റെ ദാസനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിലക്കിയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ആസിയയിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കരുതെന്ന് പൗലോസിനെ വിലക്കിയതായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ സുവിശേഷത്തിന് അനുകൂലമായും സുവിശേഷത്തിന് ഒരളവിൽ പ്രതികൂലമായും ഒക്കെ നിന്നതായിരിക്കുന്ന ഒരു ചരിത്രപരമായിരിക്കുന്ന പ്രത്യേകത ഈ ആസിയയ്ക്കുണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അപ്പോൾ തന്നെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നമുക്ക് 19-ാം അധ്യായം ഒന്നെടുക്കാം. ആ 19-ാം അധ്യായം ഉടനീളം തന്നെ ഈ ആസിയയിൽ കർത്താവ് ചെയ്യിച്ചതായിരിക്കുന്ന വലിയ വേല നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കൊരിന്തിൽ നിന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എഫെസോസിലേക്ക് ചെല്ലുകയും അവിടെ യോഹന്നാന്റെ ശിഷ്യന്മാരെ കാണുകയും അവരോട് സുവിശേഷം പറഞ്ഞ് അവരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുകയും ചെയ്യുന്ന മനോഹരമായിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനുശേഷം ഈ പൗലോസ് അവിടെ നിന്നും ചില ആളുകളുടെ എതിർപ്പുണ്ടായപ്പോൾ താൻ ആസിയയിലേക്ക് ചെന്ന് പാർക്കുവാനിടയായി. ആ ആസിയയിൽ വെച്ചാണ് 2 വർഷക്കാലം താനൊരു ബൈബിൾ സ്കൂൾ എന്ന് പറയത്തക്ക നിലയിൽ ഒരു തുറന്നോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ പാഠശാലയിൽ ദൈവവചനം അഭ്യസിപ്പിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 19-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ തുറന്നോസിൻ്റെ പാഠശാലയിൽ വെച്ച് ചിലരെ അഭ്യസിപ്പിക്കുന്നതായിട്ട് കാണുന്നു. അവിടെ 2 നിലയിലുള്ള കൂട്ടരെ കാണുന്നുണ്ട്. യഹൂദന്മാരായിരിക്കുന്ന ആളുകളും യവനന്മാരായിരിക്കുന്ന ആളുകളും. അങ്ങനെ യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ വിശ്വാസത്തിൽ ഉറയ്ക്കുവാനും ദൈവവചനം പഠിക്കുവാനും ഇടയായിട്ടുണ്ട്. അവിടെ ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യവും ഒക്കെ പൗലോസ് നടത്തിയതായിട്ട് നമ്മൾ വായിക്കുന്നു. അതിനെ തുടർന്ന് ഇത് ദേശാന്തരികളായി ചുറ്റി നടക്കുന്ന ചില യഹൂദന്മാർക്ക് അല്പം പ്രയാസമുണ്ടാക്കുവാൻ സംഗതിയായി തീർന്നു എന്ന് മാത്രമല്ല, അവിടെ ഞാൻ പറഞ്ഞല്ലോ പ്രാരംഭത്തിൽ മന്ത്രവാദത്തിൻ്റെ ഈറ്റില്ലമായിരിക്കുന്ന അവിടെ വലിയ അത്ഭുതം എഫെസോസ് പട്ടണത്തിൽ നടക്കുവാനിടയായി. അർത്തമിസ് എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു ദേവി അവിടെ ഉണ്ടായിരുന്നു. ആ ദേവിയുടെ രൂപങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന ദെമത്രിയോസ് എന്ന് പറയുന്ന ഒരു തട്ടാനെ നമ്മളവിടെ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിന് ലാഭം കുറഞ്ഞു തുടങ്ങി. കാരണം സുവിശേഷം കേട്ട് ധാരാളം ആളുകൾ വിശ്വാസത്തിലേക്ക് വന്നു എന്ന് മാത്രമല്ല, അവിടെ മന്ത്രവാദത്തിൻ്റെ ഈറ്റില്ലമായിരുന്നു. അവിടെ അന്ന് കാലത്ത് ഇന്നത്തെ കാലം വെച്ച് നോക്കിയാൽ കോടിക്കണക്കിന് രൂപ വില വരുന്ന പുസ്തകങ്ങൾ അവർ നശിപ്പിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ വില അന്ന് കാലത്ത് തന്നെ 50,000 വെള്ളിക്കാശായിരുന്നു എന്നുള്ളതും ഈ പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ അവിടെ ദൈവത്തിൻ്റെ വലിയ ഒരു പ്രവൃത്തി നടന്നു. അപ്പോൾ 2 വർഷക്കാലം സ്ഥിരമായി അവിടെ താമസിച്ച് പൗലോസ് ആ സ്ഥലത്ത് തൻ്റെ മഹനീയമായിരിക്കുന്ന സുവിശേഷ ഘോഷണം നിർവഹിച്ചു എന്നുള്ളത് വളരെ വ്യക്തതയോടുകൂടെ ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ ആസിയയിൽ സുവിശേഷത്തിൻ്റെ വ്യാപനം ഉണ്ടാകുകയും അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്നതുപോലെ ചില എതിർപ്പുകളും തനിക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ തന്നെ ആസിയയിൽ ധാരാളം സഭകളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവിടെ അക്വിലാവും പ്രിസ്കില്ലയും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ തനിക്ക് പിൻബലമായി നിന്നുകൊണ്ട് ആ മഹനീയമായ ശുശ്രൂഷയിൽ അവരും പങ്കുചേരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ആസിയയിൽ തനിക്ക് നേരിട്ടതായിരിക്കുന്ന വലിയ കഷ്ടതയെ അവിടെ സൂചിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. അവിടെ ആ വാക്യം വായിച്ച്, ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എനിക്ക് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. അപ്പോൾ ജീവനോടിരിക്കുമോ എന്ന് പോലും അവരുടെ ഹൃദയത്തിൽ ഭാരം പെരുമാറ്, അല്ലെങ്കിൽ ജീവൻ മരണത്തിൻ്റെ വക്കോളം എത്തുമാറ് തനിക്ക് വളരെ പ്രതിസന്ധി ഈ ആസിയയിൽ നേരിടുവാനായിട്ട് ഇടയായി. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ആസിയയിൽ തനിക്ക് വളരെ കഷ്ടതകൾ നേരിട്ടു. അതിൻ്റെ ഒരു വ്യക്തമായിരിക്കുന്ന വിവരമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ
21 മുതൽ 41 വരെയുള്ള വേദവാക്യങ്ങളിൽ ആ കഷ്ടത എന്താണെന്നുള്ളത് സവിസ്തരമായിട്ട് അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇങ്ങനെ കഷ്ടതയുടെ മധ്യത്തിലാണ് ചിലര് തന്നെ വിട്ട് പോകുവാനിടയായത്. എന്നാൽ അതോടൊപ്പം തന്നെ മറുവശത്ത് ദൈവം ഒരു വ്യക്തിയെ, ഒരു കുടുംബത്തെ തനിക്ക് വേണ്ടി കരുതിയിരുന്നു എന്നുള്ളതാണ് ഈ വ്യക്തിയെയും ഈ കുടുംബത്തെയും ഇന്ന് രാത്രിയിലും ഇവിടെ ദൈവവചനത്തിലൂടെ സംസാരിക്കുവാൻ സംഗതിയാക്കി തീർത്തത്. പ്രിയമുള്ളവരെ, ഏത് കാലത്തും കഷ്ടതയുടെ മധ്യത്തിലൂടെ ദൈവസഭ, ദൈവത്തിൻ്റെ ദാസന്മാർ, ദൈവത്തിൻ്റെ ജനം കടന്നു പോകുമ്പോൾ നമുക്കറിയാം, ഇന്നും നമ്മുടെ രാജ്യവും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് വലിയൊരു പ്രതിസന്ധിയുടെ അവസ്ഥയിലൂടെയാണ് നമ്മുടെ രാജ്യത്തെ പലരും കടന്നു പോകുന്നത്. അതിന് മധ്യത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് ധാരാളം ആളുകൾ, നിരക്ഷരായിരിക്കുന്ന ധാരാളം ആളുകൾ, ഈ വിശ്വാസകോടത്ത് നിൽക്കുന്നവരൊക്കെയും വടക്കിന്ത്യൻ പ്രദേശങ്ങളിലൊക്കെയും വിശ്വാസം വിട്ട് പിന്മാറിപ്പോകുന്നുണ്ട്. വിദ്യാസമ്പന്നരായിരിക്കുന്ന ആളുകളും പിന്മാറിപ്പോകുന്നുണ്ട്. എന്നാൽ പ്രതികൂലമുള്ള മധ്യത്തിൽ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന ചില വ്യക്തിവിധങ്ങളെ, ചില വിശ്വാസികളെ കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ ആ പ്രദേശങ്ങളിലൊക്കെയും പ്രവർത്തിക്കുന്നവർക്കും പിൻബലമായി നിൽക്കുന്ന ചില കുടുംബങ്ങളെയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഏതു സമയത്തും പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കുവാൻ കഴിയാത്ത നിലയിൽ ദൈവം തൻ്റെ സഭയെ പണിയുമെന്നുള്ളതിന് യാതൊരുവിധമായിരിക്കുന്ന തർക്കവും ഇല്ല. അങ്ങനെ ഇവിടെ ഉപയോഗിക്കപ്പെട്ടതായിരിക്കുന്ന ഈ കുടുംബനാഥനാകുന്ന ഒനേസിഫോറസിന്റെ ചില പ്രത്യേകതകൾ ഇന്ന് രാത്രിയിൽ ചിന്തിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഈ ഒനേസിഫോറസ് എന്ന വാക്കിന്റെ അർത്ഥം ലാഭദായകൻ എന്നാണ്. പ്രിയമുള്ളവരെ, തൻ്റെ ജീവിതം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ തനിക്ക് തന്നെ ലാഭം ചരതിച്ചു വെക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഒരിക്കലും നമുക്ക് കാണുവാൻ കഴിയുകയില്ല. പിന്നെയോ കർത്താവിൻ്റെ നാമമഹത്വത്തിനും കർത്താവിൻ്റെ വേലക്കാർക്കും ലാഭമുണ്ടാകത്തക്ക നിലയിൽ തൻ്റെ ജീവിതത്തെ സമർപ്പിച്ച ഒരു വ്യക്തിയായിട്ടാണ് ഒനേസിഫോറസിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പലപ്പോഴും സ്വാർത്ഥയുടെ അംശം നമ്മിലൊക്കെ പേറി നമ്മുടേതായിരിക്കുന്ന സ്വാർത്ഥപരമായ ലാഭത്തിനും ഇച്ഛയ്ക്കും വേണ്ടി പല കാര്യങ്ങളും നാം ഓരോരുത്തരും ചെയ്തു കൂട്ടുമ്പോൾ ഇതാ ഒനേസിഫോറസ് എന്ന് പറയുന്നതായിരിക്കുന്ന വ്യക്തി തന്നിൽ ഒരു സ്വാർത്ഥതയുടേതായിരിക്കുന്ന കണിക പോലും നമുക്ക് കാണുവാൻ കഴിയാതെ വണ്ണം ദൈവസഭയുടെ, ദൈവജനത്തിൻ്റെ, ദൈവദാസന്മാരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി വളരെ അഹോരാത്രം കഷ്ടപ്പെടുന്നത് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നു. ഒന്നാമത്തെ തൻ്റെ പ്രത്യേകത എന്നുള്ളത് താൻ ദൈവ കരുണയ്ക്ക് പാത്രമായിരുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കരുണയ്ക്ക് പാത്രമായി തീർന്ന ഒനേസിഫോറസിനെയാണ് നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത്. മത്തായി സുവിശേഷം 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് എന്ത് ലഭിക്കും? കരുണ ലഭിക്കും. അതെ, തൻ്റെ ജീവിതത്തിൽ ദൈവികമായിരിക്കുന്ന വലിയ കരുണ ദൈവം ചൊരിയട്ടെ എന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഇവിടെ 2 പ്രാവശ്യം എടുത്തെടുത്ത് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 16-ാം വാക്യത്തിൽ പറയുന്നു, ഒനേസിഫോറസിന്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ. രണ്ടാമത് താൻ പ്രാർത്ഥിക്കുന്നു, താൻ പറയുന്നു 18-ാമത്തെ വാക്യത്തിൽ, ആ ദിവസത്തിൽ കർത്താവിന്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവ് അവന് സംഗതി വരുത്തട്ടെ. അപ്പോൾ കർത്താവിന്റെ കരുണയ്ക്ക് അന്ത്യനാളിലും അതോടൊപ്പം തന്നെ തൻ്റെ ജീവിതകാലത്തിലും ഒരുപോലെ യോഗ്യനായിരുന്ന ഒരു വ്യക്തിയായിട്ട് ഈ ഒനേസിഫോറസിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം തൻ്റെ ജീവിതവും ഈ കരുണയോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. മനസാക്ഷി, കരുണ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേ നിലയിലോ നിലവാരത്തിലോ വെളിപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. പ്രിയമുള്ളവരെ, ഇവിടെ മനസാക്ഷി ഇല്ലാത്തവരായി, കരുണ കാണിക്കാത്തവരായി ഒരു കൂട്ടം ആളുകൾ പിന്മാറിപ്പോകുമ്പോൾ ഇതാ ഈ ഒനേസിഫോറസ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനോട് കരുണ കാണിക്കുന്നു. ആ കരുണ പിന്നീട് തനിക്ക് ദൈവസന്നിധിയിൽ നിന്ന് ധാരാളം പ്രതിഫലം ലഭിക്കത്തക്ക നിലയിൽ പ്രിയമുള്ളവരെ അത് ഉപയുക്തമായി തീർന്നു. തൻ്റെ ജീവിതകാലയളവിലും പോരാ, ഇനി നിത്യതയിലും തനിക്ക് എന്തുണ്ട്? കർത്താവ് തനിക്ക് വേണ്ടി ഒരുക്കി വെച്ചതായിരിക്കുന്ന ആ കരുണയുടെ പ്രതിഫലത്തെ താൻ സ്വീകരിക്കുവാനായിട്ട് പോകുന്നു. നമ്മെ സംബന്ധിച്ചും ദൈവം ഇന്ന് രാത്രിയിൽ ആഗ്രഹിക്കുന്നതാണ്, കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി കഷ്ടത സഹിക്കുന്നവരോട്, കഷ്ടത സഹിക്കുന്ന ദൈവദാസന്മാരോട്, ദൈവമക്കളോട്, ദൈവസഭകളോട് കരുണ കാണിക്കുക എന്നുള്ളതായിരിക്കുന്ന വലിയ ഉത്തരവാദിത്വം എന്നിലും നിങ്ങളിലും ഒരുപോലെ നിക്ഷിപ്തമാണെന്നുള്ളതായിരിക്കുന്ന വസ്തുത പ്രസ്താവിച്ചുകൊണ്ട് ഞാൻ 2-ാമത്തെ ഭാഗത്തേക്ക് കടന്നു പോകുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. രണ്ടാമത് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് ആ 16-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, പലപ്പോഴും എന്നെ തണിപ്പിച്ചവനായ ഒനേസിഫോറസ്. അതെ, പൗലോസിന് ഈ ഒനേസിഫോറസ് എന്ന് പറയുന്ന വ്യക്തി
വളരെ തണുപ്പായിരുന്നു. എന്താണ് തണുപ്പെന്ന വാക്കിൻ്റെ അർത്ഥം? തണുപ്പെന്നുള്ളതിന് വേദപുസ്തകം കൽപ്പിച്ചിരിക്കുന്ന അർത്ഥവും ആശയം എന്നുള്ളത് ആശ്വാസം എന്നുള്ളതായിരിക്കുന്ന അർത്ഥമാണ്. അതേ മറ്റുള്ളവർക്ക് ആശ്വാസമായിരുന്നു, അല്ലെങ്കിൽ തൻ്റെ കുടുംബം താനും പൗലോസിൻ്റെ ശുശ്രൂഷയിൽ, പൗലോസിൻ്റെ കഷ്ടതയിൽ ഒരു ആശ്വാസമായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ പൗലോസിനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പൗലോസിൻ്റെ കഷ്ടതകളൊക്കെയും പ്രവർത്തികളുടെ പുസ്തകത്തിലും ലേഖനങ്ങളിലുമൊക്കെ ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ താൻ തൻ്റെ കുടുംബത്തിന് വേണ്ടി സഹിച്ച കഷ്ടതയോ അല്ലെങ്കിൽ താൻ മറ്റേതെങ്കിലും നിലയിൽ അനുഭവിച്ച കഷ്ടതയോ ഒന്നുമല്ല. പിന്നെന്തായിരുന്നു? സുവിശേഷത്തിനു വേണ്ടി, കർത്താവിന് വേണ്ടി നിലകൊണ്ടപ്പോൾ തനിക്ക് സഹിക്കുവാൻ കഴിയുന്നതിനും മീതെ താൻ സഹിച്ചതായിരിക്കുന്ന ഉപദ്രവങ്ങളും കഷ്ടതയും പട്ടിണിയും നഗ്നതയും ആപത്തും വാളും, അങ്ങനെ ജീവിതത്തിലെ തിക്താനുഭവങ്ങളായിരുന്നു തൻ്റെ കഷ്ടത. ഞാൻ ഇന്ന് പകൽ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഈ വ്യക്തിയെക്കുറിച്ച് ഒന്ന് അല്പം അയവിറക്കിയപ്പോൾ, പ്രിയമുള്ളവരെ, തൻ്റെ ശരീരം എന്തായിരുന്നു? വളരെ ബലഹീനമായിരുന്നു, അല്ലേ? വളരെ ബലഹീനമായിരുന്നു, ശരീരത്തിനുടമയായിരുന്നു അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്. എന്നാൽ തൻ്റെ ശാരീരികമായിരിക്കുന്ന ആ ക്ഷമതയ്ക്ക് വേണ്ടി പോലും താൻ എവിടെയും അഭ്യർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ദൈവത്തോട് താൻ ഒരിക്കൽ പറഞ്ഞു, പക്ഷേ കർത്താവ് എന്താ തന്നോട് പറഞ്ഞത്? എൻ്റെ കൃപ നിനക്കു മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. പിന്നീട് ആ ദൈവദാസൻ എവിടെയും തൻ്റെ വ്യക്തിപരമായ ഒരാവശ്യം പറഞ്ഞ് പരിതപിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. അതുമാത്രമല്ല, തന്നെക്കുറിച്ചൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് കേവലം ഒരു സുവിശേഷ പ്രഭാഷണം എന്നതിനേക്കാൾ ഉപരിയായി തനിക്ക് ദീർഘദൂരം യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരനായിരുന്നു ആര്? പൗലോസ് എന്ന് പറയുന്നത്. ഇന്നത്തെ പോലെ ഫ്ലൈറ്റിലോ ട്രെയിനിലോ അല്ലെങ്കിൽ ബസ്സിലോ ഒന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകാൻ പറ്റിയ ഒരു സാഹചര്യമല്ല അന്ന്. ദിശയനുസരിച്ച് പായ്ക്കപ്പലുകളിൽ യാത്ര ചെയ്ത് ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോയിട്ടായിരിക്കുകയില്ല ഇറങ്ങുന്നത്. അവിടെ അല്പകാലം താമസിച്ച് പിന്നീട് ഒരു യാത്ര ചെയ്താൽ പോകുന്ന യാത്രയിൽ കാറ്റ് അനുകൂലം അല്ലെങ്കിൽ എന്തായിത്തീരും? പ്രതികൂലമായ ഒരു സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരുപാട് കഷ്ടത സഹിച്ച് തൻ്റെ നഗ്നതയ്ക്ക് അല്ലെങ്കിൽ തൻ്റെ തണുപ്പ് മാറ്റുവാനായിട്ട് ഒരു പുതപ്പ് പോലും ഇല്ലാതെ കാരാഗ്രഹത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്ന അനുഭവങ്ങളൊക്കെ തൻ്റെ ജീവിതാന്ത്യത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, സുവിശേഷത്തിന് വേണ്ടി വളരെയധികം ത്യാഗം സഹിച്ച ആ മനുഷ്യന് ഇത്രമാത്രം തൻ്റെ കൂടെ നിന്ന് ആളുകൾ തന്നെ ഇടയ്ക്കിട്ടിട്ട് പോകുമ്പോഴുള്ളതായിരിക്കുന്ന വ്യഥ എത്രമാത്രം വലുതായിരിക്കും, വേദന എത്രമാത്രം വലുതായിരിക്കും. തൻ്റെ കൂടെ നിൽക്കുന്നവർ, തന്നോട് ചേർന്ന് നിൽക്കുന്നവർ, തൻ്റെ കൂടെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ആളുകൾ മാറുമ്പോൾ ഉള്ള വേദന വളരെ ദുഃഖമായിരിക്കും. ഒറ്റപ്പെടുന്ന സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഒക്കെ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വ്യക്തി എന്തായിരുന്നു എന്നാണ് പറഞ്ഞത്? തനിക്ക് ഒരു തണുപ്പായിരുന്നു, ആശ്വാസമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എഫെസോസിൽ ധാരാളം എതിർപ്പ് തനിക്ക് നേരിട്ടിട്ടുണ്ട്. ആസിയയിൽ വെച്ച് ആ ദെമത്രിയോസ് എന്ന് പറയുന്ന തട്ടാൻ തൻ്റെ ലാഭം പോയത് മുഖാന്തരം ജനത്തെ ഇളക്കി വിട്ടിട്ട് അവിടെ ഒരുപാട് വിപ്ലവകരമായിരിക്കുന്ന പല പ്രക്ഷോഭങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. കാരണം അവിടെയുള്ള ആളുകളെല്ലാം അവർക്കുണ്ടായിരുന്ന വിഗ്രഹങ്ങളെയും അവർക്കുണ്ടായിരുന്ന മന്ത്രവാദ പുസ്തകങ്ങളെയും ഒക്കെയും തീയിലിട്ട് നശിപ്പിച്ച് സുവിശേഷത്തെ അഭിവൃദ്ധിക്ക് വേണ്ടി മുൻപോട്ട് വന്നപ്പോൾ പിശാചിനത് സഹിക്കുവാൻ കഴിയാതായപ്പോൾ തന്നാൽ കഴിയുന്നത് പിശാച് അവിടെ ചെയ്തു, തന്നെ ഉപദ്രവിച്ചു. പക്ഷേ ആ ഉപദ്രവത്തിൽ ഈ ഒരു കുടുംബം തനിക്ക് ആശ്വാസമായി നിന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ സുവിശേഷത്തിന് വേണ്ടി ത്യാഗം സഹിക്കുന്നവർക്ക്, കഷ്ടത അനുഭവിക്കുന്നവർക്ക് നമ്മുടെ വ്യക്തിപരമായ ജീവിതം, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ സഭാജീവിതമൊക്കെ ആശ്വാസത്തിനും തണുപ്പിനും കാരണമായി തീരണമെന്നുള്ളത് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ഫിലമോനെ കുറിച്ച് വായിക്കുന്നുണ്ട് 7-ാം വാക്യത്തിൽ. എന്താ? അവൻ പലരുടെയും ഹൃദയം തണുപ്പിച്ചിരുന്ന ഒരു വ്യക്തിയായിട്ട് നാം വായിക്കുന്നുണ്ട്. അതെ, താൻ ധനാഢ്യനായിരുന്നൊരു മനുഷ്യനായിരുന്നു. പക്ഷെ തൻ്റെ ധനം മറ്റുള്ളവർക്ക് വിനിയോഗിച്ചു എന്നുള്ളതാണ് ഞാനതിലൂടെ മനസ്സിലാക്കുന്നത്. തനിക്ക് ലഭിച്ച സൗകര്യങ്ങൾ താൻ അതിനായിട്ട് വിനിയോഗിച്ചു. തൻ്റെ ഭവനം ദൈവദാസന്മാർക്ക് അത്താണിയായിരുന്നു. അങ്ങനെ ദൈവം തനിക്ക് കൊടുത്ത എല്ലാ നന്മകളും തന്നെ കൊണ്ട് ദൈവം ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഫിലമോനെ കുറിച്ച് പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. മറ്റുള്ളവർക്ക് ആ വ്യക്തി ആരായിരുന്നു? തണുപ്പായിരുന്നു എന്നുള്ളത് നമ്മൾ വായിക്കുന്നുണ്ട്. ഇനി തീത്തോസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. 2 കൊരിന്തി 7-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം നമുക്കൊന്ന് എടുക്കാം. 2 കൊരിന്തി 7-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പൗലോസിന്റെ സന്തത സഹചാരിയായിരുന്ന തിമോഥെയോസിനെ കുറിച്ച് ഇപ്രകാരമുള്ളതായിരിക്കുന്നൊരു വാക്ക് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 2 കൊരിന്തി 7-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. അതുകൊണ്ട് ഞങ്ങൾക്ക് ആശ്വാസം വന്നിരിക്കുന്നു. ഞങ്ങളുടെ ആശ്വാസം ഒഴികെ തീത്തോസിന്റെ മനസ്സിന്
നിങ്ങളെല്ലാവരാലും തണുപ്പ് വന്നതുകൊണ്ട് അവനുണ്ടായ സന്തോഷം നിന്ന് ഞങ്ങൾ എത്രയും അധികം സന്തോഷിക്കുന്നു. കൊരിന്ത് സഭയിലുണ്ടായിരുന്ന ചില പ്രയാസങ്ങൾ, ചില ബുദ്ധിമുട്ടുകൾ പൗലോസ് അവർക്ക് ലേഖനം എഴുതി അവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചപ്പോൾ ചിലരുടെ വ്യക്തി ജീവിതത്തിൽ അത് കൊള്ളുവാനായിട്ടിടയായി, അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പോൾ അവരുടെ മധ്യത്തിലേക്ക് തീത്തോസിനെ അയക്കുകയാണ്. അവിടെ തീത്തോസ് ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ കൊരിന്ത്യരിൽ നിന്ന് തനിക്ക് എന്ത് ലഭിച്ചു? തീത്തോസിന് ആശ്വാസം ലഭിച്ചു. അപ്പൊ നോക്കുക, നമ്മൾ കണ്ടു ഒരു വ്യക്തിയിലൂടെ ആശ്വാസം ലഭിച്ചു. അതിന് ഉത്തമ ഉദാഹരണമാണ് ആര്? ഈ പറഞ്ഞ ഫിലമോൻ എന്നുള്ള വ്യക്തി. അതേപോലെ ഒനേസിഫോറസ് എന്ന് പറയുന്ന വ്യക്തി. ഇവിടെ ഇതാ ഒരു സഭ തീത്തോസിന്റെ മനസ്സിന് തണുപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം പൗലോസ് സംശയത്തോടെയാണ് തീത്തോസിനെ അങ്ങോട്ട് അയക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇവരെപ്രകാരമായിരിക്കും അവരുടെ സമീപനം എന്നുള്ളത് തനിക്ക് വ്യക്തതയില്ല. കാരണം അവർക്ക് ശരിക്കും കൊണ്ടു ദൈവാത്മ പ്രേരണയാൽ അവരെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചപ്പോൾ കൊരിന്ത് സഭയിലുള്ള ചിലർക്കത് നന്നായി കൊണ്ടു. അവരുടെ തെറ്റുകളെ തിരുത്തിയോ ഇല്ലയോ എന്നുള്ളത് പൗലോസിന് വ്യക്തതയല്ല. അപ്പോൾ പൗലോസ് തീത്തോസിനെ അങ്ങോട്ട് അയക്കുകയാണ്. പക്ഷെ തീത്തോസ് ചെന്നപ്പോൾ തീത്തോസിന്റെ മനസ്സിന് വലിയ തണുപ്പായി കൊരിന്ത് സഭയെ കണ്ടു കഴിഞ്ഞപ്പോൾ. ഇപ്പോൾ പ്രിയോടെ ഞാനതാണ് ഓർപ്പിച്ചത്, നമ്മുടെ വ്യക്തിപരമായ ജീവിതം, നമ്മുടെ കുടുംബ ജീവിതം, അതുപോലെ നമ്മുടെ സഭാജീവിതമൊക്കെ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി കഷ്ടതയോടെ കടന്നു പോകുന്നവർക്ക് ഒരു ആശ്വാസമായിരിക്കേണ്ടുന്നത് വളരെ അനിവാര്യമാണ് എന്നുള്ളത് നാം ഓർത്തിരിക്കണം. പ്രത്യേകിച്ച് ഇനി വരുന്ന നാളുകളിൽ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ മാറുവാനായിട്ട് പോകുകയാകട്ടോ. ഇതുപോലുള്ളതായിരിക്കുന്ന ഒരു സാഹചര്യം ആയിരിക്കുകയില്ല നമ്മുടെ മുൻപിൽ എന്നുള്ളത് നാം മുന്നിൽ കണ്ടുകൊള്ളണം. അപ്പോൾ പ്രതികൂലങ്ങൾ നമ്മുടെ മുൻപിലേക്കും ഏതു സമയത്തും കടന്നു വരാം. അതിൻ്റെ അരിവലികളൊക്കെ ഈ കൊച്ചു കേരളത്തിലും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഓർക്കുവാനായിട്ടുള്ളത്, കഷ്ടതകളുടെ മധ്യത്തിൽ, പ്രയാസങ്ങളുടെ മധ്യത്തിൽ, സുവിശേഷ നിമിത്തം ഉദരവ് സഹിക്കുമ്പോൾ, വേദനകൾ സഹിക്കുമ്പോൾ അവരെ ഒന്ന് ചെന്ന് കാണുവാൻ, ഒന്ന് ആശ്വസിപ്പിക്കുവാൻ, ഒന്ന് ശുശ്രൂഷിക്കുവാൻ, അവരെ ഒന്ന് ആതിഥ്യമരുളുവാൻ, സാമ്പത്തികമായ കൈത്താങ്ങുകൾ നൽകുവാനൊക്കെ നമ്മുടെ കാര്യങ്ങൾ ബലപ്പെട്ടിരിക്കണം എന്നുള്ളതായിരിക്കുന്ന വസ്തുത നാം മറന്നു പോകരുത്. മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത്, അദ്ദേഹത്തിന് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ലായിരുന്നു. ആ വായിച്ച ഭാഗത്ത് 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവൻ എൻ്റെ ചങ്ങലയെക്കുറിച്ച് ലജ്ജിക്കാതെ ഞാൻ റോമയിലെത്തിയ ഉടനെ താല്പര്യത്തോടെ എന്നെ തിരഞ്ഞ് കണ്ടെത്തുകയും ചെയ്തു. പൗലോസ് ധരിച്ചിരിക്കുന്ന ചങ്ങലയെക്കുറിച്ച് ആർക്ക് ലജ്ജയില്ല? ഒനേസിഫോറസിന് ലജ്ജയില്ല. പൗലോസ് സഹിക്കുന്ന കഷ്ടതകൾ പലർക്കും ലജ്ജയാണ്. ഫുഗലോസിന് ലജ്ജയാണ്, ഹെർമഗനോസിന് ലജ്ജയാണ്, ദേമാസിന് ലജ്ജയാണ്, അതുപോലെ തന്നെ ഹുമനയോസിന് ലജ്ജയാണ്, അലക്സാണ്ടറിന് ലജ്ജയാണ്. ഇവർക്കൊക്കെയും ലജ്ജയായിരിക്കുമ്പോൾ ഈ ഒനേസിഫോറസിന് പൗലോസ് ധരിച്ചിരിക്കുന്ന ചങ്ങലയെ കുറിച്ച് എന്തില്ല? ലജ്ജയില്ല. എന്താ ഈ ചങ്ങലയെ കുറിച്ച് ലജ്ജയില്ല എന്ന് പറയുവാൻ കാരണം? അന്നത്തെ കാലത്ത് റോമൻ ആധിപത്യം നിലനിന്നിരുന്ന ആ കാലയളവിൽ കൊടും കുറ്റവാളികളും കൊടും ക്രൂരത പ്രവർത്തിക്കുന്നവരും നിഷ്ഠൂരന്മാരുമായിരിക്കുന്ന ആളുകളെ തടവിൽ സാധാരണ ഇടാറുള്ളത് അന്നത്തെ റോമൻ വ്യവസ്ഥിതി അനുസരിച്ച് അപ്രകാരമായിരുന്നു. സമൂഹത്തിൽ ഒരു നിലയിലും അവർക്ക് ഒരു മാന്യതയും ഉണ്ടായിരുന്നില്ല, ഒരു പരിഗണനയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മറ്റുള്ളവരൊക്കെയും പൗലോസിന്റെ ചങ്ങല എന്തായിരുന്നു? അപമാനമായി കണ്ടു. അങ്ങനെയുള്ള രാജ്യദ്രോഹികളുടെയും തടവുകാരുടെയും പരിഗണന നൽകി പലരും പൗലോസിനെ ആ ദൃഷ്ടിയാൽ കണ്ടപ്പോൾ ഒനേസിഫോറസ് എങ്ങനെ കണ്ടതെന്നറിയാമോ? ദൈവത്തിന്റെ ദാസനായി, ശ്രേഷ്ഠനായിരിക്കുന്ന അപ്പോസ്തലനായി ഒനേസിഫോറസ് പൗലോസിനെ കണ്ടു. അപ്പോൾ സുവിശേഷത്തിൻ്റെയും മുൻപിൽ ഒരു ലജ്ജയും ആർക്കുണ്ടായിരുന്നില്ല? ഒനേസിഫോറസിനുണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, ഈ ഒനേസിഫോറസിനെ മുൻനിർത്തിക്കൊണ്ടാണ് തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നത്. എന്താ പറയുന്നത്? 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ പൗലോസ് തിമോത്തിയോസിനെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്. എന്താണെന്നറിയാമോ? അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവന്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തി ഒത്തവണ്ണം നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാം. അപ്പോൾ തന്നോടുകൂടെ ലജ്ജ കൂടാതെ നിൽക്കുന്ന ചില പ്രിയപ്പെട്ടവർ തനിക്കുണ്ട്, തനിക്ക് ചേർത്ത് പിടിക്കുവാനായിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ആരും കൂടെ വരണം? തിമോത്തിയോസും കൂടെ വരണം. ആ വലിയ ഒരാഗ്രഹം പൗലോസിനുണ്ട്. പൗലോസ് തിമോത്തിയോസിനെ ആ നിലയിൽ ധൈര്യപ്പെടുത്തുകയാണ് വചനത്താൽ, ആ നിലയിൽ തന്നെ പ്രബോധിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, സുവിശേഷത്തിന് മുൻപാകെ ഒരു ലജ്ജയുമുള്ള വ്യക്തിയായിരുന്നില്ല ഒനേസിഫോറസ് എന്ന് പറയുന്നതായിരിക്കുന്ന വ്യക്തി. അപ്പോൾ ആ നിലയിൽ പൗലോസിനോട് കരുണ കാണിക്കുവാൻ തനിക്കിടയായി. ഒനേസിഫോറസിന്റെ കുടുംബം
അതുകൊണ്ടാണ് കർത്താവിൻ്റെ കരുണയ്ക്ക് പാത്രമായി തീർന്നത്. അവിടെ പറയുന്നു, റോമയിൽ നമുക്കറിയാം പൗലോസിന്റെ 2ാം കാരാഗ്രഹവാസം എന്ന് പറയുന്നത് അത്രമാത്രം സുഖകരമായിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല. 1ാം കാരാഗ്രഹവാസത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് പൗലോസിന്റെ 2ാം കാരാഗ്രഹവാസം എന്നുള്ളത്. ആദ്യത്തേത് ഒരു വീട് വാടകയ്ക്കെടുത്ത് തന്നെ ഒരു വീട്ടുതടങ്കലിൽ പാർപ്പിച്ചിരുന്നു എന്നേ ഉള്ളൂ. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ആക്ച്വലി താൻ എവിടാണ്? റോമൻ കാരാഗ്രഹത്തിന്റെ ഇരുമ്പ് മറയ്ക്കുള്ളിൽ താൻ കിടക്കുകയാണ്. അവിടേക്ക് ആർക്കും കടന്നു ചെല്ലുവാനായിട്ട് സ്വാതന്ത്ര്യമില്ല. താൻ 1ാമത് കിടന്നപ്പോൾ വീട്ടുതടങ്കലിൽ പലർക്കും ചെന്ന് കാണുവാനും സംസാരിക്കുവാനുമുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യം നൽകിയിരുന്നു. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ആർക്കും തന്നെ അവിടെ ചെല്ലുവാനോ കാണുവാനോ വേണ്ടുന്നതിലെ സമ്പർക്കം പുലർത്തുവാനോ സാധ്യമല്ല. അതിന് മുൻകൂട്ടി അനുവാദമൊക്കെ മേടിച്ച് അതിൽ തന്നെ അവിടുത്തെ ഭരണാധികാരികൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യും? ഒന്ന് കാണിച്ചു കൊടുക്കും. പക്ഷെ നോക്കുക, ഈ വ്യക്തി ചെയ്യുന്നതായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതും തൻ്റെ ജീവിതത്തിലെ മറ്റൊരു സ്വഭാവത്തിൻ്റെ സവിശേഷതയാണ്. 4ാമത് തന്നിൽ കാണുന്ന പ്രത്യേകതയാണ്, പൗലോസിനോട് വളരെ ആത്മാർത്ഥത പുലർത്തിയിരുന്നവനായിരുന്നു ഒനേസിഫോറോസ്. എന്താ നമ്മൾ വായിക്കുന്നത്? അവൻ്റെ സംഗതിയെക്കുറിച്ച് ലജ്ജിക്കാതെ ഞാൻ റോമയിൽ എത്തിയ ഉടനെ താല്പര്യത്തോടെ എന്നെ തിരഞ്ഞു എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? കണ്ടെത്തുകയും ചെയ്തു. പൗലോസിന്റെ അടുക്കൽ താൻ എത്തിച്ചേരത്തക്ക നിലയിൽ അതിനുള്ളതായിരിക്കുന്ന റിസ്ക് താൻ ഏറ്റെടുത്തു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മറ്റൊരു സ്വഭാവ സവിശേഷതയാണ് പൗലോസിനോടുള്ളതായിരിക്കുന്ന ആത്മാർത്ഥത പുലർത്തുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും തനിക്ക് ഉണ്ടായിരുന്നില്ല. അതേ പ്രിയമുള്ളവരെ, വളരെ ആത്മാർത്ഥതയുള്ളതായിരിക്കുന്ന ഒരു മനസ്സ് ആർക്കുണ്ടായിരുന്നു? ഒനേസിഫോറോസിനുണ്ടായിരുന്നു. കഷ്ടതയുടെ മധ്യത്തിൽ ആ ദൈവദാസൻ കടന്നു പോകുമ്പോൾ വളരെ ത്യാഗം സഹിച്ച് താൻ എഫെസോസിൽ നിന്ന് എവിടേക്ക് പോവുകയാണ്? റോമിലേക്ക് ദീർഘദൂരം യാത്ര ചെയ്ത് കടന്നു പോവുകയാണ്. വളരെ കഷ്ടതകളായ യാത്രയുടെ മധ്യം ഒരു പക്ഷേ അദ്ദേഹം സഹിച്ചിട്ടുണ്ടാകാം. വളരെ പ്രയാസങ്ങളും പരാധീനതകളും തന്റെ മുമ്പിൽ കടന്നു വന്നിട്ടുണ്ടാകാം. ആ പ്രയാസങ്ങളും കഷ്ടതകളും പരാധീനതകളും ഒക്കെ സഹിച്ചുകൊണ്ട് റോമിൽ ചെന്ന് ആരെ കണ്ടു? പൗലോസിനെ കണ്ടെത്തി. അതെന്താണ് അതിന് കാരണം? ആത്മാർത്ഥത. തനിക്ക് പൗലോസിനുള്ളതായിരിക്കുന്ന ആത്മാർത്ഥത, താനുമായിട്ടുള്ള ഹൃദയപരമായിരിക്കുന്ന ഒരു ബന്ധമാണ് ആ നിലയിൽ പൗലോസിന്റെ അടുക്കിലേക്ക് തന്നെ കൊണ്ട് ചെന്ന് എത്തിച്ചത് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. ഒടുവിലായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ആ 18ാമത്തെ വാക്യത്തിലാണ്. എന്താണെന്നറിയാമോ? ആ ദിവസത്തിൽ കർത്താവിന്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവ് ഒരു സംഗതി വരുത്തട്ടെ. അടുത്തത്, എഫെസോസിൽ വെച്ച് അവൻ എനിക്ക് എന്തെല്ലാം ശുശ്രൂഷ ചെയ്തു എന്ന് നീ നല്ലവണ്ണം അറിയുന്നുവല്ലോ. ഈ കാര്യങ്ങളൊക്കെ ആർക്കറിയാം? തിമോഥെയോസിന് നന്നായിട്ടറിയാം. തിമോഥെയോസിന് സുപരിചിതനാണ് ഒനേസിഫോറോസ്. അതേ ഒനേസിഫോറോസ് എഫെസോസിൽ ഞാൻ കടന്നുപോയ ആ കഷ്ടതയുടെ മധ്യത്തിൽ, ആ പ്രയാസങ്ങളുടെ മധ്യത്തിൽ എന്നോട് വളരെ കരുണ ചെയ്തൊരു വ്യക്തിയാണ്. എന്നെ നന്നായി ശുശ്രൂഷിച്ച ഒരു വ്യക്തിയാണ്. ഞാനിങ്ങനെ പറയട്ടെ, ഇവിടെ അത് അങ്ങനെ ആ നേൽ പച്ച മലയാളത്തിൽ എഴുതിയിട്ടില്ല എങ്കിലും ഈ കുടുംബം ആരെ ആദിത്യവരന് സ്വീകരിച്ചിട്ടുണ്ട്? പൗലോസിനെ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒനേസിഫോറോസിനും അവന്റെ കുടുംബത്തിനും കരുണ ലഭിക്കട്ടെ എന്ന് പറയുന്നത്. എഫെസോസിൽ സത്യത്തിൽ താൻ അവിടെ ഒരു മൃഗയുദ്ധം ചെയ്യുകയായിരുന്നു. വളരെ കഷ്ടതകളുടെ മധ്യത്തിൽ അനവധി ജാതികളുടെ ഈറ്റില്ല കേന്ദ്രമായിരുന്ന എഫെസോസിൽ വെച്ചിട്ട് തനിക്ക് സഹിച്ച പീഡയുടെ മധ്യത്തിൽ തൻ്റെ ഭവനത്തിലേക്ക് ഈ പൗലോസിനെ കടന്നു ചെല്ലുവാൻ സാധിച്ചിട്ടുണ്ട്. ആ സഹോദരിയുടെയും മക്കളുടെയും സഹോദരന്റെയും ആതിഥ്യം അരുളുവാനുള്ളതായിരിക്കുന്ന ഭാഗ്യം അവർക്കും അതിഥിയായി അവിടെ പാർക്കുവാനുള്ള ഭാഗ്യം ഈ ഒനേസിഫോറോസിനും ലഭിച്ചു. ഇവിടെ വെച്ച് വായിക്കുന്നത് കേവലം ഒരു നേരത്തെ ആഹാരം കൊടുത്തു എന്നുള്ള നിലയിൽ മാത്രമല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ആ ശുശ്രൂഷയുടെ ബാഹുല്യം അവരൊറ്റ വാക്കിൽ ഒതുക്കിയിരിക്കുക. എന്താ പറഞ്ഞിരിക്കുന്നത്? എന്തെല്ലാം ശുശ്രൂഷ എനിക്ക് എന്ത് ചെയ്തു എന്ന് നീ നല്ലവണ്ണം അറിയുന്നുവല്ലോ. നീ നന്നായി കണ്ടതാണ്, നീ നന്നായി മനസ്സിലാക്കിയതാണ്. എന്നെ സ്വീകരിക്കാൻ പറ്റുന്നതിനപ്പുറമായി എന്നെ സ്വീകരിച്ചിട്ടുണ്ട്, എന്നെ ശുശ്രൂഷിച്ചിട്ടുണ്ട്, എനിക്ക് ആതിഥ്യം അരുളിയിട്ടുണ്ട്. വിശുദ്ധ തിരുവെഴുത്ത് നമ്മോട് ശക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ? ദൈവമക്കളെ ആദരിക്കുക, അതിസർക്കാരം ആദരിക്കുക, അവരെ ശുശ്രൂഷിക്കുക. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ചില പ്രിയപ്പെട്ടവർ നമ്മുടെ സഭയിലുമുണ്ട്, നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. നാം ഓരോരുത്തരും അങ്ങനെ ആയിത്തീരണം. കർത്താവിന് സംഗതി വരുത്തുമാറാകട്ടെ. ദൈവദാസന്മാരെ കൊണ്ടൊന്ന് പാർപ്പിക്കുവാൻ, അവരെ ഒന്ന് ശുശ്രൂഷിക്കുവാൻ, അവരെ വസ്ത്രം ഒന്ന് നൽകി കൊടുക്കുവാൻ, അവർക്ക് സമൃദ്ധിയായ ആഹാരം നൽകുവാൻ, സാമ്പത്തികമായ കൂട്ടായ്മകൾ നൽകുവാൻ, കൈത്താങ്ങങ്ങൾ നൽകി അവരെ ബലപ്പെടുത്തുവാൻ ഇടയായി തീരേണ്ടുന്ന ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കും ഉള്ളതാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ പ്രതികൂലങ്ങൾ വർദ്ധിക്കുന്ന ഒരു കാലയളവിൽ
പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷ നമ്മിലൂടെ വർദ്ധിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവം നൽകിയ ചിന്തകൾ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വാസ്തവമായി പതിയുവാൻ സംഗതിയാകട്ടെ. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചത് ഒന്നാമതായിട്ട് തൻ്റെ പേരിൻ്റെ അർത്ഥം ലാഭദായകൻ എന്നാണ്. അതെ, തൻ്റെ ജീവിതം കൊണ്ട് തനിക്കല്ലായിരുന്നു ലാഭം. ഞാനത് മനസ്സിലാക്കുന്നു. പ്രിയമുള്ളവരെ, മറ്റുള്ളവർക്ക് ലാഭമായിരിക്കുന്ന ഒരു ജീവിതം, നമ്മുടെ ഈ ജീവിതം മറ്റുള്ളവർക്ക് ലാഭദായകമായി തീരുവാൻ ഇന്ന് രാത്രിയിൽ കർത്താവ് സഹായിക്കട്ടെ. രണ്ടാമത്തെ കാര്യം നമ്മൾ ചിന്തിച്ചത് താൻ ദൈവ കരുണയ്ക്ക് പാത്രമായി തീർന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കരുണ തന്നിൽ ചൊരിയുവാൻ കാരണം താൻ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്ന വ്യക്തിയായിരുന്നു. മറ്റൊന്ന്, മൂന്നാമത്തെ കാര്യം, പൗലോസിൻ്റെ ഹൃദയത്തെ തണുപ്പിച്ചവനായിരുന്നു. മറ്റുള്ളവർക്ക് ആശ്വാസമാകുന്ന ഒരു ജീവിതം താൻ നയിച്ചു എന്നുള്ളതാണ്. മറ്റൊന്ന്, സുവിശേഷത്തെക്കുറിച്ച് തനിക്ക് ലജ്ജയുണ്ടായിരുന്നില്ല. ചങ്ങലയെക്കുറിച്ചും സുവിശേഷത്തെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ ലജ്ജിച്ചെന്നിരുന്ന ഒരു തലമുറയുടെ മധ്യത്തിൽ, അനവധി ആളുകൾ പിന്മാറിപ്പോയിക്കൊണ്ടിരുന്ന തലമുറയുടെ മധ്യത്തിൽ ലജ്ജ കൂടാതെ താൻ സുവിശേഷത്തിന് വേണ്ടി പൗലോസിന്റെ ചങ്ങലയ്ക്ക് വേണ്ടി നിലകൊണ്ടു എന്നുള്ളതാണ്. മറ്റൊന്ന്, പൗലോസിനോട് വളരെയധികം ആത്മാർത്ഥത തനിക്കുണ്ടായിരുന്നു. സ്നേഹത്തിന്റെ ചങ്ങലയാൽ താൻ ബന്ധിക്കപ്പെട്ടവനായിരുന്നു. അതുകൊണ്ടാണ് വളരെ കഷ്ടപ്പെട്ട് താൻ ആസിയയിൽ നിന്ന് എഫെസോസിൽ നിന്ന് എവിടേക്ക് ചെന്നത്, റോമിലേക്ക് യാത്ര ചെയ്ത് പൗലോസിനെ കണ്ടെത്തും വരെ തൻ്റെ അടുക്കിലേക്ക് ചെന്നെത്തുവാൻ ഇടയായിത്തീർന്നത്. മറ്റൊന്ന്, കർത്താവിൻ്റെ ദാസനായിരിക്കുന്ന പൗലോസിനെ ശുശ്രൂഷിക്കുവാൻ തനിക്കും തൻ്റെ കുടുംബത്തിനും ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ ഈ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് തന്നതിൻ്റെ പിന്നിൽ ഉദ്ദേശമുണ്ട്. അത് മറ്റൊന്നുമല്ല, കഷ്ടതകളുടെയും വേദനകളുടെയും മധ്യത്തിലൂടെ കടന്നു പോകുന്നവരെ ആശ്വസിപ്പിക്കുവാനും ശുശ്രൂഷിക്കുവാനും കരുണ കാണിപ്പാനും ഉള്ളതായിരിക്കുന്നൊരു മനസ്സ് നമ്മിൽ രൂപപ്പെടുവാൻ ഇടയായി തീരണം. അതാണ് ഈ വചന കേൾവിയിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത്. അതെ, നമ്മുടേതായിരിക്കുന്ന സ്വാർത്ഥതകളെ നമുക്ക് വെടിയാം. പ്രിയമുള്ളവരെ, ലാഭേച്ഛ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഒരിക്കലും പാടില്ല. ഒനേസിഫോറോസ് ലാഭദായകനായിരിക്കുന്ന വ്യക്തിയായിരുന്നെങ്കിലും അവൻ്റെ ജീവിതം ദൈവസന്നിധി ലാഭമായി തീർന്നു. അതിന് കാരണം തൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ലാഭമാക്കി തീർത്തു എന്നുള്ളതാണ്. നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഇത് മാത്രമാണ്. അതുകൊണ്ട് ഈ ചെറിയ ചിന്തകൾ വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന് പ്രചോദനമായി തീരട്ടെ. ഇതുപോലുള്ള ആളുകൾ ദൈവസഭയിൽ എഴുന്നേൽക്കുവാൻ ഇടയായി തീരട്ടെ. സമൂഹത്തിന് മധ്യത്തിൽ എഴുന്നേൽക്കുവാൻ ഇടയായി തീരട്ടെ. അനവധി ദൈവദാസന്മാർക്ക്, അനവധി ദൈവമക്കൾക്ക് ആശ്വാസവും തണുപ്പും ബലവുമായി തീരുവാൻ സ്വർഗത്തെ ദൈവം സംഗതിയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധി ഇരിക്കുന്നു. കർത്താവിൻ്റെ പൊന്നുനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുന്നു.